പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന സമയമാണ്. ഒരു വലിയ ബോധ്യത്തോടെ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിന്റെ മുമ്പിലായിരുന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോ, ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. പൂർണ്ണമായും വിശ്വസിക്കുന്ന കർത്താവേ, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്നത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. സങ്കീർത്തകനോട് ചേർന്ന് 77-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം തിരുവചനം പറയുന്നു, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. ദീപികാരനാഥ, 1 മണിക്കൂറിൽ നിന്റെ മഹനീയമായ സാന്നിധ്യത്തെ ഓർ നന്ദി പറഞ്ഞുകൊണ്ട്, നീ സർവശക്തിമാനാണ്, എല്ലാ കൃപകളുടെയും ദാതാവാണ്, അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈശോയെ, ഈ ഒരു വലിയ ബോധ്യത്തോടെ 3 മണി സമയത്ത് നിന്റെ പീഡാസഹനത്തെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ നിന്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കും. ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന് വാഗ്ദാനം ചെയ്ത ഈശോയെ, ഇന്നേ ദിവസം ഈ മണിക്കൂറിൽ നിന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൽ അങ്ങ് വാഗ്ദാനം ചെയ്ത എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഒന്നു ചേർന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ നാഥൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നമ്മളായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമുക്കുണ്ടാവുന്ന ചില മനോഭാവങ്ങൾ, ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കേണ്ട ആ ഒരു വലിയ പ്രത്യേകത, സവിശേഷത വചനം നമ്മുടെ മുമ്പിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എപ്രകാരമായിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ, എപ്രകാരമായിരിക്കണം ഒരു ക്രൈസ്തവൻ്റെ ജീവിതം. അതായത് ക്രിസ്തുവിനെ സെൻറ്ററാക്കി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാക്കിയാണ് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുമ്പോഴാണ് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. യഥാർത്ഥ ശിഷ്യന്മാരാരാണ്, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം. എപ്രകാരമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ആയിരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, യഥാർത്ഥ ശിഷ്യൻ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവൻ മാത്രമല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. അതായത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, അതായത് എൻ്റെ ആഗ്രഹത്തേക്കാൾ അധികമായിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. പിന്നീട് വീണ്ടും അതിന് ഈശോ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കൊടുക്കുന്നത് ഇപ്രകാരമാണ്. അതായത് ഈശോ പറയുകയാണ്, യഥാർത്ഥ ശിഷ്യൻ ഒരു ക്രൈസ്തവ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിലുള്ള ആ ഒരു അടിസ്ഥാനമാണ്. പാറമേൽ വീട് പണിതവന് തുല്യമാണ്. അതായത് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും കർത്താവിന് ഹിതം അന്വേഷിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവനെ കർത്താവ് ഉപമിച്ചിരിക്കുന്നത് പാറമേൽ വീട് പണിതവൻ. നമുക്കറിയാം, നമ്മുടെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴവെള്ളവും അതുപോലെ തന്നെ കാറ്റും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒത്തിരിയേറെ വീടുകൾ, സ്ഥാപനങ്ങളെല്ലാം താഴെ വീഴാറുണ്ട്, ഇടിഞ്ഞു വീഴാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം ക്ഷയിച്ചു പോകാൻ തുടങ്ങുമ്പോൾ അതിന് വലിയ വീഴ്ചകൾ സംഭവിക്കും. അതേ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്നവരുടെ ജീവിതങ്ങളിൽ പലപ്പോഴും ഈ ഒരു ബലക്ഷയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകൾ സംഭവിക്കുക. അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന നമ്മുടെ അടിസ്ഥാനം ഏറ്റവും ശക്തമാക്കുക എന്നുള്ളതാണ്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെടേണ്ടവരാണ് ഓരോ ക്രിസ്ത്യാനി. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ പരിശോധിക്കുമ്പോൾ
നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പലപ്പോഴും ഒത്തിരിയേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം, ദൈവത്തെ അറിയണം, ദൈവത്തെ അനുഭവിക്കണമെന്നൊക്കെ. നമ്മൾ വായിച്ചു കണ്ട സുവിശേഷ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ഈശോ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ. കാരണം ഒത്തിരിയേറെ ആളുകൾ, പ്രവാചകന്മാരും അതുപോലെ തന്നെ നിയമജ്ഞരും അതുപോലെ തന്നെ പൂർവികന്മാരൊക്കെ കാണാൻ കൊതിച്ചത് നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ അനുഗ്രഹങ്ങൾ വർഷിച്ചിട്ട് നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നീ എന്നോട് കരുണ കാണിച്ചതാണ്. സങ്കീർത്തകൻ പറയുന്നത് പോലെ നമുക്കും പറയാൻ പറ്റണം, കർത്താവേ, നിനക്ക് ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിക്കും, കാരണം നീ എൻ്റെ മേൽ വലിയ കാരുണ്യം ചൊരിഞ്ഞു. നിൻ്റെ അനന്തമായ നിസ്സീമമായ കാരുണ്യം എൻ്റെ മേൽ ചൊരിഞ്ഞു. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഇങ്ങനെയാണെങ്കിൽ ഓരോ ദൈവകരുണയുടെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മോട് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ കരുണയിൽ നീ ആശ്രയിക്കും. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നിന്നെ സഹായിക്കുന്നത് നീ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. അതായത് എന്നിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ രക്ഷ ലഭിക്കത്തുള്ളൂ. അതാണ് കൃത്യമായിട്ട് വചനം പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ പാപങ്ങളുടെ കണക്കുകളൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൃത്യമായ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവസ്ഥയിലാണ്. നമ്മളെയൊക്കെ കർത്താവ് നമ്മളോട് സ്നേഹം കാണിച്ച് കരുണ കാണിച്ച് നമ്മളെ വീണ്ടെടുത്തതാണ്. ആ ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഈശോയെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ കൂടെ നടന്ന് ഉദ്ധിതനായ കർത്താവിനെ കണ്ണനുഭവിച്ചറിഞ്ഞ് ഒരു വലിയ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതം മുഴുവനും ക്രിസ്തുവിന് സമർപ്പിക്കുവാനും ക്രിസ്തുവിനായിട്ട് കൊടുക്കുവാനും ഈ വിശുദ്ധന് സാധിച്ചു. അപ്പോസ്തല ഗണത്തിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് മാറിയത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായാണ്. ഇതുപോലെ ഒരു വലിയ ബോധ്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ലഭിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. വചനത്തിലുടനീളം നമ്മൾ കാണുന്നതും ഇതുതന്നെയാണ്. അതായത് ദൈവത്തോട് ചേർന്നിരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വചനത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ആ ഒരു സ്പർശനം ലഭിച്ചവർ, കർത്താവിനെ തൊട്ടവർ, കർത്താവിനെ തൊടുന്നവർ, കർത്താവ് തൊട്ടവർ എല്ലാവരും സുഖപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് തന്നെയാണ് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചത്, കർത്താവ് അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുന്നതും അങ്ങ് തന്നെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരിയേറെ വേദനകളിൽ നൊമ്പരങ്ങളിലൂടെയും ഒത്തിരിയേറെ ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും കർത്താവിൻ്റെ കൃപ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും നമ്മളൊക്കെ ഒത്തിരിയേറെ ആളുകൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരും, പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആളുകളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലായിക്കോട്ടെ, പരിചയങ്ങളിലായിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിക്കോട്ടെ, എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവേ, നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും വളരെ പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ പരിചയങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾ ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടൊക്കെ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരെയും കർത്താവിൻ്റെ കരുണയിൽ സമർപ്പിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണ നിറയുവാനും കരുണയുടെ ഭവനങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിബന്ധങ്ങളെയും ആത്മീയ ജീവിതത്തെയും എല്ലാം സമർപ്പിക്കും. നമ്മൾ ധ്യാനിച്ചതുപോലെ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവരുടെ ജീവിതത്തിൽ, അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ക്രിസ്തു ഉണ്ടാകണം. അപ്രകാരം ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളും കരുണയുടെ ജീവിതങ്ങളായിട്ട് മാറുവാൻ, സ്നേഹത്തിൻ്റെ
കരുണയുടെയൊക്കെ ജീവിതങ്ങളും പെരുമാറ്റങ്ങളുമൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും കുടുംബങ്ങളിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വിവാഹ ബന്ധങ്ങളിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിടുന്നവർ എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവേ നിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അടയാളങ്ങളിലൂടെ സംസാരിക്കുന്നവനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഒരു വലിയ ബോധ്യത്തോടെ നീ വാഗ്ദാനം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായി ഞങ്ങളിതാ നിൻ്റെ മുമ്പിലായിരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.